ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ എല്ലാ സ്വപ്നമാണ് ഒരു നല്ലൊരു വീട് വയ്ക്കുക. ഈ വീട് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഡോറ് ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ മോഡൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ഡോറാണ്. ഇത് രണ്ട് സൈഡും ഫ്രണ്ട് ഏരിയ ആയിട്ടുള്ളത് കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് പുറത്തേക്ക് വരുന്ന ഏരിയ ഈ വീടിന് രണ്ട് ഫ്രണ്ട് ഡോർ ഉള്ളതുകൊണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ഡോറ് ലോക്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടവർ ബോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ രണ്ട് ടവർ ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡോറിന് മെയിൻ ഡോറിന് രണ്ട് ടവർ ബോൾട്ടും അല്ലാതെ നോർമൽ ലെവലിൽ വരുന്ന വിസിറ്റിംഗ് ഏരിയയിൽ വരുന്ന ഡോറിന് ഒരു ടവർ ബോൾട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ തേക്ക് വേണമെങ്കിൽ തേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈട്ടി വേണമെങ്കിൽ ഈട്ടി ചെയ്യാം. ഇതിപ്പോൾ അതൊന്നുമല്ല, നമുക്ക് പ്ലാവ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഏത് മരം വെച്ചിട്ട് അല്ലെങ്കിൽ പിൻകോട വെച്ചിട്ട് പിൻകോട ചെയ്യാം. ഏത് മരം വെച്ചിട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ പിൻകോട വെച്ചിട്ട് ചെയ്താലും അല്ലെങ്കിൽ പ്ലാവ് വെച്ചിട്ട് ചെയ്താലും ഏത് വെച്ചിട്ട് നമ്മുടെ ഡോറ് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടമാണ്. പെട്ടെന്നൊരു തേക്കാക്കി മാറ്റണമെങ്കിൽ ഇന്നിപ്പോൾ വളരെ സിമ്പിളാണ്. പെയിൻറ്റിങ്ങിൽ തന്നെ നമുക്ക് ഏത് മരത്തിൻ്റെ ഡിസൈനിങ് വേണമെങ്കിലും ചെയ്ത് മാറ്റിയെടുക്കാവുന്ന സിസ്റ്റമാണ്. പെട്ടെന്ന് നോക്കിയാൽ തന്നെ അതായത് ഈട്ടി വേണമെങ്കിൽ ഈട്ടിയുടെ ഡിസൈനിങ് കൊടുക്കാം, തേക്ക് വേണമെങ്കിൽ തേക്കിൻ്റെ ഡിസൈൻ. പെയിൻറ്റിങ്ങിൽ നമുക്ക് അതിൻ്റെ ഏത് സ്ട്രക്ചർ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന മരം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് വില കൂടിയ മരം തന്നെ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് ഓരോ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് സെൻറ്റർ ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തൊട്ടുപുറത്ത് ഗ്ലാസ് ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഒരു 12 ഇഞ്ച് വരാവുന്ന രീതിയിൽ ചെറിയ കോളങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് വരാവുന്ന രീതിയിൽ രണ്ട് കോളങ്ങളായിട്ട് തിരിച്ച് ഗ്ലാസ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് എപ്പോഴും വീടിൻ്റെ അകത്ത് ഒരു പ്രകാശം കിട്ടുന്നതിന് അകത്തുള്ളത് നമുക്ക് പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ഒരു എച്ചിങ് സിസ്റ്റമാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കാണാനും കാര്യങ്ങളൊക്കെ, അതായത് ഒരു മോഡൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിലൂടെ എപ്പോഴും അകത്തേക്ക് കിട്ടുകയും ചെയ്യും. അന്ന് സേഫ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടവർ ബോൾട്ട് കാണാൻ സാധിക്കും. ഒരു ടവർ ബോൾട്ട്, രണ്ട് ടവർ ബോൾട്ട്, അങ്ങനെ രണ്ട് ടവർ ബോൾട്ട് ഈ ഡോറിന് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചാണ്, അതിൻ്റെ ടവർ ബോൾട്ട് കാര്യങ്ങൾ കാണിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് തീർന്നാൽ മാത്രമേ ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു തേക്കിൻ്റെ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫിനിഷിംഗ് സ്റ്റേജ് വരാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പോളിഷിങ് കാര്യങ്ങളും ഫിനിഷിംഗ് സ്റ്റേജ് സീലർ കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഈ ടവർ ബോൾട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല രീതിയിലുള്ള ടവർ ബോൾട്ടുകൾ അവൈലബിൾ ആണ്. ഏറ്റവും നല്ലത് കുറച്ചുകൂടി ഗ്യാരണ്ടി കിട്ടുന്ന രീതിയിലുള്ള ടവർ ബോൾട്ടുകൾ സെറ്റ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. കാരണം ടവർ ബോൾട്ടുകൾ നമുക്ക് വർഷങ്ങളോളം നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇയർ കൂടുതലുള്ള ടവർ ബോൾട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് മാർക്കറ്റിൽ ഗോദ്രേജ് അതുപോലെ തന്നെ പല കമ്പനികളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.